ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് നാടൻ രീതിയിൽ നല്ല ഞണ്ട് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് 5-8 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ സവോള ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് മാറി ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് 1/2 കിലോ ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ട് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 3-4 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നന്നായി തിളച്ച് കുറുകി വരണം. കറി ഇപ്പോൾ നന്നായി തിളച്ച് കുറുകി അതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി.